ഞാൻ അപ്പളേ പറഞ്ഞാണ് കൊട്ടേഷൻ എടുക്കണ്ട അതിപ്പോ എന്തായി? എല്ലാവർക്കും പള്ളർച്ച കിട്ടിയില്ലേ? നിമ്മലെ ഒരു ചോരക്കര കണ്ടിട്ട് കാലത്രായി. അല്ല, എനിക്കൊരു സംശയമുണ്ട്. ആ പറഞ്ഞൂട്. നമ്മൾ ശരിക്കും ഗുണ്ടാളാണാ? നമ്മൾ ടീമിനെ തല്ലാൻ പോയി, തല്ല് കൊടുക്കുന്നവന് തല്ല് കിട്ടി. ഇതാണല്ലോ ഇവിടുത്തെ പ്രശ്നോ? തല്ല് കിട്ടാന്റെ കാരണോ? എന്താ കാരണം? എടാ 2 മോന്ത കിട്ടിയെന്ന് വിചാരിച്ചു അള്ളന്റെ മാന്ന് പറഞ്ഞ പായ നിങ്ങളാരാ പറഞ്ഞേ? 2 കിട്ടിയ 4 തിരിച്ചു കൊടുക്കാൻ ചങ്കൂറ്റാണ് നമുക്ക് വേണ്ടത്. കണ്ണടപ്പൊന്ന് കിട്ടിയപ്പോഴത്തേന് ബോധം പോയിച്ചാണ് ഡയലോഗ് അടിക്കണേ. ബോധം പോയാലെന്താ? ഞാൻ നിങ്ങളെ പോലെ തിരിഞ്ഞോടിയിട്ടൊന്നുമില്ല. ഞങ്ങൾ അന്ന് പൊന്തിച്ചു കൊടുത്തിട്ടില്ലെങ്കിലേ ഇന്നത്തെ മരിമസ്കാരം എന്റെ മയ്യത്തസ്കാരോട് ഒരുമിച്ച് നടത്തിയിരുന്നു. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? അവിടെ എനിക്കൊരു സംശയം കൂടെ ഉണ്ട്. ശരിക്കുള്ള ഗുണ്ടാള് നമ്മളായിരുന്നത് അവരായിരുന്നു. അന്ന അവരെന്തായിട്ട് അടിച്ച് കൈക്കോട്ടും തായിട്ട് അതില് സംശയമൊന്നുമില്ലല്ലോ. നമ്മളെ കയ്യിൽ നല്ല ടൂൾ ഇല്ലാത്തതാണ് ഇതിനൊക്കെ കാരണം. ആകെയുള്ളത് 2 മടാങ്കത്തി ഒരു അരിവാളും. അപ്പൊ ഇത് കണ്ടില്ല മോനജി? മീശോയില് 150 റുപ്യ. എന്റെ അമ്മ മടല് വെട്ടണോർത്ത് നിർത്തുകൊടുന്നു ഞാൻ ഈ സാധനം. ഇത് തിരിച്ചു കൊടുക്കുമ്പോ ചോരക്കറ കളയാൻ വേണ്ടിട്ട് സോപ്പും പൊടി വരെ ഞാൻ വാങ്ങിച്ചു. ചട്ടമ്പിയായി ജനിച്ചു പോയില്ലേ? എന്നാലും സലാൻക്ക് മാത്രമേ ഇത്രയും തല്ലിട്ടി. മെസ്സിനെ വളയുന്ന പോലെ 4 എണ്ണം എന്നെ വളഞ്ഞു. എനിക്ക് തല്ല് കിട്ടാതിരിക്കാൻ വേണ്ടിട്ട് 4 ആൾക്കാരെ കാലും മാറി മാറി പിടിച്ചു. പക്ഷെ നിരന്തരം നോക്കിയിട്ട് നായ്ക്കളിനെ ചവിട്ടി. ഷാജനെ പോലെ വിരമിക്കണേന്ന് എന്റെ ആഗ്രഹം. എന്റെ ഉയിരിപ്പ് പോയിരുന്നു. എന്തായാലും ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു ബോസേ. 10 വടിവാള്, 2 പിസ്റ്റള്, 15 ഇടിവള, ഇത്രയും ടൂൾസ് ഉള്ള ഏതെങ്കിലും ഗ്യാങ് ഉണ്ടെങ്കിൽ പറയണം. എനിക്ക് ഇവിടെ മടുക്കടാ. മൻസൂർ അജ്ജും കൂടി പോയി ഞങ്ങൾ അനാഥരാവട്ടാ. ഇങ്ങനെ പോയാൽ നമ്മൾ അനാഥരാണ്, ഗുണ്ടകളല്ലാന്ന് പറയേണ്ടി വരും. നമ്മൾ അനാഥരാണ്.